അനുസരണ ഇല്ലാത്ത സാത്താന്റെ അടിമകളാണ് എറണാകുളത്തെ വിമത. ഒരു മാവോയിസ്റ്റുകാരന്റെ ചിന്താഗതിയാണ് ഫാദർ വട്ടോളിക്കുള്ളത് എന്ന് രാജിക്കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഈശോ കുരിശുമരണം വരെ അനുസ്മരണം ഉള്ളവനായിരുന്നു. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി എല്ലാ കുളരേമങ്ങളും ചെയ്യുന്ന വിമതർ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും എന്നാൽ തങ്ങൾ ചെയ്യുന്നതെല്ലാം ഈശോ ചെയ്തതാണ് എന്ന് വാദിക്കുകയും ചെയ്യുകയാണ്. കാപട്യ നാടക്കാരായ ഇവർ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരല്ല. ഇവരെ ചേർത്ത് പിടിക്കുന്ന മേജറും വികാരിയും ഉൾപ്പെടെയുള്ള മെത്രാന്മാരും അങ്ങനെ തന്നെയാണ്. നാണയമാറ്റക്കാരെയാണ് ഈശോ അടിക്കാൻ ചാട്ടവാറെടുത്തത്. കൊരട്ടിപ്പള്ളി, മലയാറ്റൂർ പള്ളി, ഇടപ്പള്ളി പള്ളി, കാഞ്ഞൂർ പള്ളി, എറണാകുളം ബസിലിക്ക പള്ളി തുടങ്ങിയ പള്ളികളിൽ നിന്ന് പണം മോഷ്ടിച്ച വിമത വൈദികരെ കുറിച്ച് സത്യസന്ധൻ എന്ന് നടിക്കുന്ന ഫാദർ വട്ടോളിക്ക് ഒരു പരാതിയും ഇല്ലായിരുന്നു. നാണയമാറ്റക്കാരായ ഇവരും ഫാദർ വട്ടോളിയും ഒരേ ആശയങ്ങൾ പേറുന്നവരായതുകൊണ്ടാണ് ഇല്ലുമിനിറ്റിക്കാരുടെ 1400 കോടി രൂപയിൽ ഏതാനും സിനഡ് മെത്രാന്മാരും എല്ലാ വിമതരും അൽമായ മുന്നേറ്റക്കാരും പങ്കുപറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ സത്യവാന് ഒരു പരാതിയുമില്ല. ഫാദർ വട്ടോളിയുടെ അതേ ചിന്താഗതിയാണ് എല്ലാ വിമതന്മാർക്കും. അവർക്ക് യേശു എന്നാൽ മാവോയും കമ്മ്യൂണിസവുമാണ്. അതുകൊണ്ട് അവർ ഒരു മാവോയിസ്റ്റിനെയും ദൈവത്തിലേക്ക്, ഈശോയിലേക്ക് തിരിച്ച് നേർവഴിക്ക് നയിച്ചില്ല. ദൈവമായിരുന്നിട്ടും യേശു അധികാരികളെ ധിക്കരിക്കുകയോ അവരെ അനുസരിക്കാതിരിക്കുകയോ ബലി അർപ്പിക്കാതിരിക്കുകയോ ദേവാലയത്തിൽ പോകാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനും പറഞ്ഞിട്ടില്ല. മറിച്ച് അധികാരികളെ അനുസരിക്കാനും നേർച്ചകൾ കൊടുക്കാനും സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാനും ദൈവഭയത്തിൽ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അധികാരം ദൈവത്തിൽ നിന്നാണ് എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മേജർ ആർച്ച് ബിഷപ്പിനെ ചവിട്ടി പുറത്താക്കുകയും പിന്നീട് വന്ന മേജർ ആർച്ച് ബിഷപ്പിനെ മൂലക്കിരുത്തി വികാരി ചമഞ്ഞ് ഭരണം നടത്തുകയും ചെയ്യുന്ന അധികാര ദുർവിനിയോഗം ചെയ്യുന്ന മെത്രാന്മാരെ കുറിച്ച് ഫാദർ വട്ടോളിക്ക് ഒരു പരാതിയില്ല. ഫാദർ വട്ടോളിയും വിമതന്മാരും അവരെ ചേർത്ത് പിടിക്കുന്ന മെത്രാന്മാരുമാണ് കർത്താവിൽ നിന്ന് അകലെ നിൽക്കുന്നത്.